ഹലോ, എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനടുത്തൊരു വീഡിയോ ആയത്. ആൻഡ് ദിസ് വീഡിയോ ഈസ് വെരി സ്പെഷ്യൽ ടു മീ. പറ. യെസ് യെസ് അച്ഛൻ പറ, എങ്ങനെ എനിക്ക് ഇന്നത്തെ ഒരു ദിവസം ഫീൽ ചെയ്യുന്നു? റെഡിയായി, സുന്ദരിക്കുട്ടിയായി, പറ. ഓക്കെ, പിന്നെ എങ്ങനെയാ ഒരു പുതിയ ലൈഫിലേക്ക് കടക്കുമ്പോൾ ഒരു ന്യൂ ചാപ്റ്റർ ഓഫ് യുവർ ലൈഫ് എങ്ങനെയാണ്? ഓക്കെ, എന്തായാലും ഫസ്റ്റ് തന്നെ ഞാൻ ആ മേക്കപ്പ് ചെയ്ത ഏച്ചിനോട് താങ്ക് യു പറഞ്ഞു. എൻ്റെ ഫ്രണ്ടിനെ ഇത്ര സുന്ദരി കുട്ടിയാക്കി തന്നതിന്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരേക്കും എൻ്റെ കൂടെയുള്ള ഫ്രണ്ടാണ് അച്ചു. അതുകൊണ്ട് തന്നെ അവളുടെ കല്യാണം എന്ന് പറയുന്നത് എനിക്ക് വളരെ സ്പെഷ്യലായിരുന്നു. കല്യാണം ഫിക്സ് ചെയ്ത ദിവസത്തിലേക്ക് അടുക്കുന്ന ഓരോ നിമിഷങ്ങളിലും എക്സൈറ്റ്മെൻറ്റ് കൂടി വരികയായിരുന്നു സത്യം പറഞ്ഞാൽ. പണ്ട് തൊട്ടേ ബാംഗ്ലൂർ എന്ന നഗരത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കി തന്നത് അച്ചുവാണ്. കാരണം ഓരോ വെക്കേഷൻസ് വന്ന് പോകുമ്പോഴും കൂട്ടാനും കൊണ്ടാക്കാനും ഒക്കെ ഞാൻ പോകാറുണ്ട് ബസ് സ്റ്റോപ്പ് വരെ. അപ്പോഴൊക്കെ എനിക്ക് എപ്പോഴും ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ബാംഗ്ലൂർ എന്ന സ്ഥലത്ത് എത്തിപ്പെടണമെന്ന്. അവസാനം എന്തൊക്കെയോ ദൈവനിശ്ചയം കൊണ്ട് തന്നെ ഇപ്പം ഞാൻ സെറ്റിലായിരിക്കുന്നതും ബാംഗ്ലൂർ തന്നെയാണ്. വർഷത്തിലുള്ള വെക്കേഷൻ സമയത്തിൽ ഒരു മാസമൊക്കെയാണ് ഇവിടെ നാട്ടിലേക്ക് വരിക. ആ സമയത്താണ് നമ്മളുടെ എല്ലാ കലാപരിപാടികളും. ആ ഒരു മാസം, ഒരു വർഷം എന്തൊക്കെയാണോ നടന്നിരിക്കുന്നത് അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു തീർക്കും. എത്ര പറഞ്ഞാലും നമുക്ക് കഥ തീരുന്നുണ്ടാവില്ല. പിന്നെയും വെക്കേഷൻ കഴിഞ്ഞ് പോകുന്ന സമയത്തും കുറച്ച് കഥകൾ പിന്നെയും ബാക്കിയുണ്ടാവും. നമ്മൾ പരസ്പരം ഫോൺ വിളിച്ച് സംസാരിക്കുന്നതൊക്കെ വളരെ കുറവാണ്. മാസത്തിലൊരിക്കലൊക്കെ, അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ അങ്ങനെയൊക്കെയാണ് വിളിക്കാറ്. പക്ഷെ ആ സമയത്തും 1 മണിക്കൂർ സംസാരിക്കും, എന്തൊക്കെയൊക്കെയോ പറയും. പക്ഷെ എന്നാലും നമുക്ക് പിന്നെയും ബാക്കി കുറേ കഥകളുണ്ടാവും. അപ്പോൾ ഓരോ വെക്കേഷൻസിനും വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവളുടെ കൂടെ എല്ലാ സ്ഥലത്തും പോവുക. അതുപോലെ തന്നെ എന്തും എന്നെ വിളിക്കും. അതുപോലെ ഞാനും, എനിക്ക് എത്ര വേറെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും എൻ്റെ ബെസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരാൾ മാത്രമാണ് ലൈഫിലുള്ളത്. കാരണം നാട്ടിൽ എന്താവശ്യത്തിനും ഞാനും ഓളെ വിളിക്കും, ഓളെ എന്നെയും വിളിക്കും. അങ്ങനെയാണ് നമ്മളെപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വളർന്ന് വലുതായി. എൻ്റെ കല്യാണമൊക്കെ നേരത്തെ കഴിഞ്ഞെങ്കിലും അവളുടെ കല്യാണം എന്ന് പറയുന്നത് എനിക്ക് അത്രയും അന്ന് ഭയങ്കര സന്തോഷവും സങ്കടവും അങ്ങനെ എല്ലാം കൂടി ഒരു ഇമോഷൻസ് തന്ന ഒരു സമയം കൂടിയായിരുന്നു. കല്യാണം എന്ന് പറയുന്നത് ലൈഫിലൊരു ഘട്ടം മാത്രമാണ്. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം വന്നാലും അല്ലെ എന്തൊരു സന്തോഷം വന്നാലും ഒരു മെസ്സേജ് അകലത്തിൽ പരസ്പരം നമ്മൾ എപ്പോഴും ഉണ്ടാവും. ഒന്നുകൂടെ തലി കാണിക്കും. സന്തോഷം അല്ലേ? പറ. എന്നാൻ്റെ കാണിക്കട്ടെ. എന്നാൻ്റെ പിന്നെ പറയാനുള്ളത് നവനീതിനെ കുറിച്ചാണ്. അച്ചുവിൻ്റെ പാർട്ട്ണർ, അവനും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര അടിപൊളിയാണ്. അതുകൊണ്ടാണ് നമ്മളെ കൂട്ടത്തിലേക്ക് ഇനി ഒരാളും കൂടി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. എന്തായാലും അവർക്ക് നല്ലൊരു ലൈഫ് ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ദിവസം ഡോക്യുമെൻ്റ് ചെയ്യണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ. ബൈ.